ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിലധികം ആളുകൾ ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള റവ, പാല്, പഞ്ചസാര ഇവ മൂന്നും വെച്ചിട്ടാണ് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒട്ടും തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കാതെ വറുക്കാതെയൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. നെയ്യിലാണ് നമ്മൾ ഈ റവ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2 കപ്പ്, അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് എടുക്കണമെന്നൊന്നുമില്ല, ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ വേണം പാലളക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 2 കപ്പ് വറുത്ത റവയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ഞാൻ ചെറുതായിട്ടൊന്ന് 1 മിനിറ്റോളം ഈ ഒരു നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ നെയ്യിൽ റവ മൂത്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ, അത് നല്ലൊരു മണമല്ലേ, സ്വാദും കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റവ വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നെയ്യ് ചേർക്കുന്നതാണ് ഇച്ചിരി രുചി കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ നിറമൊന്നും മാറാൻ നിൽക്കരുത്. ഈ ഒരു കറക്റ്റ് 1 മിനിറ്റ്, ആ 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏത് കപ്പിലാണോ നിങ്ങൾ റവ അളന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതേ കപ്പിൽ അതേ അളവിൽ 2 കപ്പ് പാല്, ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഈ 2 കപ്പ് പാലും ചേർത്ത് ഇത് നന്നായിട്ടൊരു മാവ് കണക്കെ നമുക്ക് വരും. അപ്പോൾ ഇതിലത്തെ പാലൊക്കെ വറ്റി വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ കയ്യിൽ വെച്ചിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റവയാണ് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലാണ് ഈ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റവ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പാലൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മൾ പഞ്ചസാരയുടെ പാനി ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇതിനകത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ചേർക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ലാതെ തന്നെ പഞ്ചസാര പാനിയിൽ നമ്മളിതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നല്ല മധുരമാണ്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, പാലൊക്കെ വറ്റി നല്ലൊരു മാവ് കണക്കിന് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതൊരു ബൗളിനകത്തോട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഴയ്ക്കാൻ ഇച്ചിരി പാടാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർക്കേണ്ടത് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു ബൗളിനകത്തോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഡ്രൈ ആയിട്ട് പോയി എന്ന് തോന്നുവാണെങ്കിൽ അല്പം പാല്, ഒരു 2-3 ടേബിൾ സ്പൂൺ പാല്, തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് കാണാം നല്ലൊരു ഇച്ചിരി നനവോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. മാത്രമല്ല നമുക്ക് ആ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടോട് കൂടെ തന്നെ ഇത് കുഴച്ചെടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്, നമ്മുടെ കയ്യിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിനകത്തോട്ട് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിന്ന് എപ്പോഴും സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പും അല്ലെങ്കിൽ പേടയുടെ പോലത്തെ ഷേപ്പൊക്കെ അല്ല ആക്കിയെടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു സിലിണ്ടർ പോലെയുള്ള ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഞാൻ ആദ്യമൊക്കെ സിലിണ്ടറൊക്കെ ആക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് മുന്നോട്ട് പോകുന്തോറും സിലിണ്ടറൊക്കെ മാറ്റി വേറൊരു ഷേപ്പിലോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. കാരണം കുറേ ഉണ്ടായിരുന്നു നമ്മൾ 2 കപ്പ് എടുത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ആ സൈഡുകളിലൊക്കെ ഇച്ചിരി സ്ക്വയർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അതായത് വാലും തലയും ഭാഗത്ത്. അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടൊന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഞാൻ ഒരു പ്ലേറ്റിൽ നിറച്ചെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഇത്ര തന്നെ ഒരു പ്ലേറ്റും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ആദ്യം ഞാൻ ബാച്ചായിട്ട് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. മധുരം ചേർത്ത മധുരം കൂടെ ചേർത്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാമായിരുന്നു. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത്, ഇതിന് വേണ്ടുന്നൊരു പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ നിങ്ങൾ
പഞ്ചസാര അളന്നത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സാധാരണ എൻ്റെ പല വീഡിയോസിലും ഞാൻ ചിലപ്പം തൊലിയോട് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്നോട് കുറേ പേര് പറയാറുണ്ട്, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, ഒത്തിരി ഇത് മരുന്ന് കടിക്കുന്നതായതുകൊണ്ടെന്ന്. അപ്പം ഞാൻ അത് ഒഴിവാക്കി ഞാനിപ്പോൾ ഇതിലത്തെ കുരു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് പശ പോലെ ഒന്നും ഇരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ തൊടുമ്പോൾ കയ്യിലൊന്ന് ഒട്ടിയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു പശപ്പ് പോലെ വരണം, ചെറുതായിട്ട്, അത്ര മാത്രം മതി. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഉരുട്ടിയൊക്കെ വെച്ചിരിക്കുന്ന, ഷേപ്പാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റവയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നുള്ളത് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇനി നമുക്ക് ആ ഒരു നല്ല ചൂടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനിക്ക്. ആ ഒരു വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ്, ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല, 5 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് മുക്കി വെച്ച് വേണമെങ്കിൽ മൂടിക വെക്കാം കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടില്ല എന്ന് മാത്രം. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇനി ഇതിനകത്ത് നമ്മൾ ഈ പഞ്ചസാര പാനി ഇതിനകത്ത് ഗുലാബ് ജാമുനൊക്കെ പോലെ ഒഴിച്ചെടുക്കുന്നില്ല, അല്ലാതെ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ ഇതിലത്തെ ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് നമുക്കൊരു അരിപ്പ പോലെയുള്ള ഒരു കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഒരു സ്നാക്ക് റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. പക്ഷെ ഞാൻ അതിനകത്ത് ഒരു മാറ്റം കൂടെ വരുത്തുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുന്നതല്ല, തേങ്ങയിൽ ഒന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ, നല്ല ജ്യൂസിയാണ് താനും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തൊന്ന് ചെറുതായിട്ട് ഒന്ന് പുരട്ടിയൊക്കെ ഒന്ന് എടുക്കുക, ആ ഒരു എന്താ പറയുക എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. ഇനിയിപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ അല്പം ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുവാണ്, ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നട്ട്സൊക്കെ ചേർത്താൽ, കാരണം നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല വെള്ള കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു വെള്ള കളറിനൊരു കോൺട്രാസ്റ്റ് പോലെ നമ്മൾ പിസ്തയുടെ ആ ഒരു പച്ച കളറും കൂടെ വരുമ്പോഴത്തേക്കും കാണാനും കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മധുരം ഇവിടെ റെഡിയാണ്. ഒത്തിരി വലിയ മധുരമൊന്നുമില്ല, നമ്മളിത് 5 മിനിറ്റ് മാത്രമേ അതിൽ മുക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മധുരമില്ലാതെ, നന്ന മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നോക്കണ്ടേ, ഞാൻ ഈ ജ്യൂസിയാന്ന് പറഞ്ഞാലും എത്രത്തോളം സോഫ്റ്റാണ് ജ്യൂസിയാണെന്ന് അറിയേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ ഫ്ലേവർ, അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള പഞ്ചസാര പാനിയുടെ നീര്, ഇതൊക്കെ ചേർത്ത് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.